ഇതെന്തു പറ്റി? രണ്ടുപേരും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയല്ലോ. ചിലപ്പോൾ ഇനി മീറ്റിങ്ങിലോ മറ്റോ ആയിരിക്കും. എന്തായാലും കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം. കല്യാണി, ഞാനൊന്ന് തൊഴുതിട്ട് വരാം. ദേവി, എന്റെ വല്യുവിന് ഒരാപത്തും വരുത്തി വെക്കല്ലേ. പോവാം കല്യാണി. മാഡം. എന്താ മാഡം, ഈ പരമ്പരാഗത മാല എന്റെ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ടാണോ ഈ അനർത്ഥങ്ങളൊക്കെ എന്നാ എനിക്കൊരു തോന്നൽ. അതുകൊണ്ട് ഈ മാല മാഡത്തിന്റെ കയ്യിൽ തന്നെ തിരികെ ഏൽപ്പിക്കുകയാണ് ഞാൻ. നോ, നിർത്ത്. അത് കഴുത്തിൽ തിരിച്ചിട്. പറഞ്ഞത് കേട്ടില്ലേ? തിരിച്ചിടാൻ. കൊടുത്ത് തിരിച്ചു വാങ്ങുന്ന രീതി തൃച്ചംബരത്ത് തറവാടിനില്ല. അതിന് എന്ത് സംഭവിച്ചാലും ഉപഹാരമായി കൊടുത്തത് തന്നെയാണ്. മേലിനി ഇത്തരം ആവശ്യങ്ങൾ എന്നോട് പറയരുത്. മിണ്ടാതെ വരാൻ നോക്ക്. ഇനി പേടിക്കാനൊന്നുമില്ല. ബോധം വീണിട്ടുണ്ട്. ഇപ്പോ സെഡേഷൻ കൊടുത്തതിന്റെ മയക്കത്തില. കുറച്ച് കഴിയുമ്പോൾ എഴുന്നേക്കും. വേണമെങ്കിൽ ഇന്ന് തന്നെ പോകുന്നതേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. വെരി വെരി താങ്ക്സ്. യു ആർ വെൽക്കം. കുറച്ച് മെഡിസിൻസ് വാങ്ങണം. ലിസ്റ്റ് ഇപ്പോൾ കൊടുത്തുവിടാം. ഓക്കെ. ഓ എന്റെ ഭഗവാനെ, ഇപ്പോഴെനിക്ക് സമാധാനം കിട്ടിയത്. ഇനി ഈ മൊബൈലൊക്കെ ഒന്ന് ഓണാക്കി കളയാം. ആദ്യം അരവിന്ദനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. അവൻ ടെൻഷൻ അടിച്ച് എന്തൊക്കെ കാണിച്ചാണോ എന്തോ. മൈ ഗോഡ്. ഹലോ സുബണ്ണ,
ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു എന്നറിയോ? എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? അവിടെ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ഐ എം സോറി അരവിന്ദ്. അഖിലാൻറ്റി ഒരുപാട് പ്രാവശ്യം എന്റെ മൊബൈലിലും ആനന്ദിന്റെ മൊബൈലും മാറി മാറി വിളിച്ചു. അറ്റൻഡ് ചെയ്താൽ സത്യം പറയേണ്ടി വരുമല്ലോ. അതോടെ അഖിലാൻറ്റി ആകെ പാനിക്കാവുന്ന ഉറപ്പാ. അത് ഒഴിവാക്കാൻ വേണ്ടി ഒറ്റ വഴി എനിക്ക് തോന്നിയുള്ളൂ. അതാ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. ആ ശരി ശരി. അല്ല അതുപോട്ടെ, ബ്രോയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോ? ആ അത് പറയാനാ ഞാൻ വിളിച്ചത്. ഈസ് ഓൾമോസ്റ്റ് ആൾ റൈറ്റ് നോ. വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടാന്ന് ഡോക്ടർ പറഞ്ഞു. ഓ താങ്ക് ഗോഡ്. ഇത്രയും നേരം ചങ്കെടുത്ത് കൈ പിടിച്ച് നിൽക്കായിരുന്നു ഞാൻ. ബ്രോയുടെ കയ്യിൽ ഒന്ന് കൊടുക്കുമോ ഫോൺ സുബണ്ണ? ഇപ്പൊ ആളൊരു മയക്കത്തില. ഉണർന്നുടൻ ഞാൻ കൊടുക്കാം. പിന്നെ അഖിലാൻറ്റി ഒന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ? ഇവിടെ ഈ നിമിഷം വരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, അമ്മ പോലും. സത്യം പറഞ്ഞ ഇപ്പോഴേ എനിക്കൊരു സമാധാനം വന്നത്. എന്റെ ബ്രോ അവിടെ ICU കിടക്കുമ്പോ ഞാനിവിടെ ഒരുക്കായിരുന്നു സുബണ്ണ. ബ്രോ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല ഈ ലോകത്ത്. അറിയാ അരവിന്ദേ, ഇപ്പോ ടെൻഷനെല്ലാം കഴിഞ്ഞില്ല. ഏതായാലും ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പൊ കുറച്ച് മെഡിസിൻ പോയി വാങ്ങാനുണ്ട്. ആ ഓക്കെ സുബണ്ണ, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഏറ്റു യു ഡോണ്ട് വറി, ഞാൻ വിളിച്ചോളാം. ആ ശരി ശരി ഓക്കെ. ദൈവമേ, കൃഷ്ണേട്ട ആനന്ദ് വിളിച്ചിരുന്നോ? ഇല്ലല്ലോ, എന്തു പറ്റി? ആനന്ദിനെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഓ അതാണോ? അത് ചിലപ്പോ മൊബൈൽ സൈലന്റോ മറ്റോ ആയിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അല്ല കൃഷ്ണേട്ടാ, മൊബൈൽ റിങ് ചെയ്ത് നിൽക്കായിരുന്നു. പിന്നീട് അങ്ങോട്ട് വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു. ഫോണിൽ ചാർജ് ഇല്ലെങ്കിലും ചിലപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയും. മേ ബി മൊബൈൽ ചാർജ് ലോ ആയിരുന്നപ്പോഴായിരിക്കും നിന്റെ ആദ്യത്തെ വിളി ചെന്നിട്ടുണ്ടാവുക. ആ വിളിയിൽ ഫോൺ ചാർജ് തീർന്നു പോയിട്ടുണ്ടാവും. അതാ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, ശരി ശരി. പക്ഷേ അവനോടൊപ്പമല്ലേ സുബ്രു ഉള്ളത്? അവനെയും വിളിച്ചപ്പോ എക്സാക്ട് ഇതായിരുന്നു അവസ്ഥ. രണ്ട് മൊബൈൽ ഒരേ സമയത്ത് ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആവോ കൃഷ്ണേട്ടാ? ദാറ്റ്സ് ഇംപോസിബിൾ. ശരി, ഒരുപക്ഷെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നിരിക്കാം അവർ. എന്താ, അങ്ങനെ ആവാമല്ലോ. അതിലും എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ തന്നെ അതിനുശേഷം തിരിച്ചു വിളിക്കാലോ. ഞാൻ കോൾ ചെയ്തിട്ട് എത്രയോ സമയം കഴിഞ്ഞില്ലേ ഇപ്പോ? എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? വ്യക്തമായി പറ. പറയാം കൃഷ്ണേട്ടാ. ആനന്ദിനവിടെ എന്തോ ഒരു അപകടം ചുറ്റിക്കറങ്ങുന്നില്ലേന്ന് എനിക്കൊരു സംശയം. അഖിലേ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ഇപ്പൊ ഒരു കാര്യവുമില്ലാതെ. ഓ, കാര്യമില്ലാതെ ഒന്നും അല്ല, കാര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ആര് കേൾക്കാനാ? തൃച്ചംബരത്തെ മൂത്ത മരുമകൾ ഇടേണ്ട ആ പരമ്പരാഗത മാല എച്ചിൽ പാത്രം കഴുകുന്ന അടുക്കളക്കാരി കഴുത്തിലണിഞ്ഞ് നടന്നാലേ കുടുംബത്തിന് പൂർവാത്മാക്കളുടെ കോപം ഉണ്ടാകും. അത് തീർച്ചയാ. ഇനി എന്തൊക്കെ സംഭവിക്കോ എന്റെ ദൈവമേ, ഓർത്തിട്ട് എന്റെ കയ്യും കാലും വരെ വിറയ്ക്കുക. ആനന്ദാണെങ്കി അങ്ങ് ദൂരെ മുംബൈയിലും. ഇപ്പതേ കുഞ്ഞു ഫോൺ വിളിച്ചിട്ട് എടുക്കൊന്നുമില്ല. അയ്യോ, എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്റെ ഭഗവതി. അപ്പൊ അതും ഏറ്റില്ല.
കൃഷ്ണേട്ടാ, ഏതായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചു. ഉം. എനിക്കിപ്പൊ തന്നെ ആനന്ദിനെ കാണണം. ഞാൻ മുംബൈക്ക് പോവാ. ആ, ഏ, അഖിലെ എന്താ ഇത്? കൃഷ്ണേട്ടാ. ഇപ്പൊ പോയിട്ട് കൃഷ്ണേട്ടാ പ്ലീസ്, തടസ്സം പറയരുത്. പോണോന്ന് തീരുമാനിച്ചു. ഞാൻ പോവും. അഖിലെ ആ? ആ. എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഉം. അഖില ഫോൺ വിളിച്ചാൽ ചത്തുകടന്നാ പോലെ എണീറ്റെടുക്കുന്ന സൽഗുണപുത്രൻ അഖിലയുടെ കോൾ വരുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഛെ, അതിപ്പോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഉം? ആ, പ്രിയങ്കയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഏ? ആ, പ്രിയങ്ക. നമസ്കാരം ആന്റി ജി. ആപ് കൈസേ ഹോ? ഓ, ഹ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. ഉം, ആള് മുംബൈയിലുണ്ടല്ലേ? സുഖാണോ പ്രിയങ്ക നിനക്ക്? ഭയങ്കര സുഖമല്ലേ, ഒന്നും പറയണ്ട. ആട്ടെ ആന്റി എന്താ ഇപ്പൊ എന്നെ ഓർക്കാനും വിളിക്കാനും? ഏതായാലും തൃച്ചംബരത്ത് വിലാസിനി ഒരു കാര്യമില്ലാതെ ഇന്നേ വരെ ആരെയും വിളിച്ച ചരിത്രമില്ല. ആന്റി കാര്യം പറ. കാര്യം വേറൊന്നും അല്ല പ്രിയങ്കേ. മുംബൈയിലേക്ക് ബിസിനസ് മീറ്റിംഗിന് പോയ തൃച്ചംബരത്തെ മൂത്ത പുത്രൻ ആനന്ദ് കൃഷ്ണന്റെയും കൂട്ടുകാരൻ സുബ്രുവിന്റെയും മൊബൈൽ ഫോണുകൾ ഇന്നലെ രാത്രി മുതൽ ബന്ധം വിച്ഛേദിച്ചിരിക്കുക. രണ്ടുപേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫാ. എന്റെ തോന്നലിൽ അവർക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ നീ ആയിരിക്കുമോ എന്നൊരു സംശയം. അതാ ഞാനിപ്പോ നിന്നെ വിളിച്ചത്. സൂപ്പർ ആന്റി, സൂപ്പർ. ഉം. ആന്റി ഗസ് ചെയ്തത് 100% കറക്റ്റാ. സൂപ്പർ. ഇന്നെന്താ ആന്റി ഒരു വർത്താനത്തിലാണല്ലോ? അതും നല്ല സന്തോഷത്തില്. എന്നു വെച്ച ആർക്കോ വെച്ച പാര നന്നായിട്ട് ഏറ്റിട്ടുണ്ടെന്ന് അർത്ഥം. ആ, ഏതായാലും ആരാ എന്തോന്നൊക്കെ ചോദിച്ചോളാം. ഓക്കേ, ശരി ശരി, ബൈ. ഹോ, ആന്റി വലിയ സന്തോഷത്തിലാണല്ലോ. ആരെങ്കിലും ചത്ത വാർത്തയാണോ ഇപ്പൊ കേട്ടത്? ചത്തില്ലടി, ചാകാൻ കിടക്കുന്നതേ ഉള്ളൂ ആശുപത്രിയിൽ. അയ്യോ, ചാവാൻ കിടക്കുന്നോ? ആര്? തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ പ്രിയങ്ക വർമ്മയുടെ അടിയേറ്റ്. ഏ, ആനന്ദേട്ടനോ? എന്റെ ദൈവമേ. ആ, ഓഹോ, അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങള്? ഇപ്പൊ ആളെവിടെയുണ്ട്? ഹോസ്പിറ്റലില്. ശ്ശേ, ആനന്ദേട്ടനെ അവളുടെ തട്ടകത്തിൽ കിട്ടിയപ്പോ തന്നെ അവൾക്ക് തീർത്തൂടായിരുന്നോ? അതാടി എന്റെ ഒരു വിഷമം. ശ്ശേ, പക്ഷേ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, അവൻ ആ മുംബൈയിൽ നിന്നും ജീവനോടെ മടങ്ങി വരാൻ പോകുന്നില്ല. ആനന്ദിന്റെ ധൈര്യത്തിലല്ലേ അഖിലാണ്ടേശ്വരി അഹങ്കരിക്കുന്നത്. ആനന്ദിന്റെ കഥ കഴിഞ്ഞാൽ അഖിലാണ്ടേശ്വരിയെ തകർക്കാൻ വളരെ ഈസിയാ. പക്ഷെ ആന്റി, ആനന്ദേട്ടനെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്തതിനാൽ അഖിലാണ്ടേശ്വരി മുംബൈയിൽ പോയി ഇറങ്ങിയല്ലേ? ഇനിയിപ്പോ എന്ത് സംഭവിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് സംഭവിക്കാൻ? പ്രിയങ്ക അപ്പ അമ്മയും മകനെയും കൂടി ഒരുമിച്ചങ്ങ് യമപുരിക്ക് അയച്ചോളും, അത്ര തന്നെ. ആന്റി, ആന്റി ഈ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാ തോന്നുന്നത്. ഉം. ഓ, എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. അതേടി, സന്തോഷം തന്നെയാ. ഞാൻ എല്ലാം പ്രിയങ്കയോട് പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുണ്ട്, അഖില അങ്ങോട്ട് ചെല്ലുന്നത് ഉൾപ്പെടെ. ആ. ഒന്ന് കളയാനാ പറഞ്ഞത്, അവളത് ഏറ്റു കഴിഞ്ഞു. ആ, എത്രയും പെട്ടെന്ന് പറഞ്ഞത് ചെയ്തിട്ട് അവൾ എന്നെ വിളിക്കും. ആ വിളിക്കായി കാതങ്ങൾ അകലെയാണെങ്കിലും ഈ വിലാസിനി ഇവിടെ കാതോർത്തിരിക്കുക. ഉടനെ ആ സന്തോഷ വാർത്ത എത്തും. ഉടൻ.
കണ്ണു തുറന്നു. സമാധാനമായി. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊന്നുമില്ലല്ലോ? എല്ലാം മാറിയില്ലേ? സാരമില്ല. അവന്മാരെ പിടിക്കാൻ പറ്റുക? അവന്മാരോ? ആര്? എന്നെ പിന്നിൽ നിന്ന് ആക്രമിച്ചത് രണ്ടുപേരാ. അപ്രതീക്ഷിതമായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഓ, അല്ലെങ്കിൽ ഇപ്പൊ നീ അങ്ങ് ചെയ്ത് മലത്തിയാനെ. അതെ, മുംബൈയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വളരെ കോമണാണ്. നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കാം, അതവിടെ കിടന്നോളൂ. ഓ, ആയിക്കോട്ടെ. അല്ല, കല്യാണി ഫോൺ ചെയ്തില്ല ഇതുവരെ? കൊള്ളാം. കല്യാണി വിളിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഒരു 100 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം മാത്രം ഞാനെടുത്ത് നീ ഒരു മീറ്റിംഗിലാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. എന്നിട്ട് അവളത് വിശ്വസിച്ചോ? എവിടുന്ന്? കല്യാണി ഉടനെ തന്നെ അരവിന്ദനെ കൊണ്ട് വീണ്ടും എന്നെ വിളിപ്പിച്ചു. അപ്പോഴാണ് ഞാൻ അരവിന്ദനോട് ഇവിടെ നടന്നതെല്ലാം പറഞ്ഞത്. ബ്ലഡി ഫൂൾ. നീ എന്തിനാ അതൊക്കെ പറയാൻ പോയത്? ഓ പിന്നെ, പറഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. അരവിന്ദ് അത് ആരോടും പറഞ്ഞിട്ടില്ല. അതറിയണ്ടേ? എങ്ങനെയെങ്കിലും കല്യാണിയുടെ പ്രശ്നം പരിഹരിച്ചപ്പോഴുണ്ട് ദേ വരുന്നു നിന്റെ അമ്മയുടെ ഫോൺ. നാച്ചുറലി. എന്നിട്ട് അമ്മയോട് നീ എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞാലും അമ്മ അത് വിശ്വസിച്ചോ? കൊള്ളാം. കല്യാണി വിളിച്ചപ്പോ തന്നെ ഞാനൊന്ന് പതറിയതാ. അപ്പോഴാ അഖിലാന്റി. ടെൻഷൻ അടിച്ച് ഞാൻ ഫോണല്ല സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അത്ര തന്നെ. നീ എന്ത് വിവരക്കേടാ സുബ്രുവി കാണിച്ചത്? അമ്മയുടെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ പോരായിരുന്നോ? ഇത് മിക്കവാറും ഇപ്പൊ തന്നെ അമ്മ മുംബൈക്ക് പുറപ്പെട്ടിട്ടുണ്ടാവും. നിനക്കറിയില്ലേ അമ്മയുടെ സ്വഭാവം? അഖിലേ, അഖിലേ, നീ ഒന്ന് പറയുന്നത് കേക്ക്. ഞാനും വരാൻ നിന്നോടൊപ്പം മുംബൈക്ക്. നീ ഒറ്റയ്ക്ക് പോയാൽ? നോ പ്രോബ്ലം കൃഷ്ണേട്ടാ. ഞാൻ ആദ്യം ചെന്നവനെ കണ്ടിട്ട് വിളിക്കാം. അതിനുശേഷം കൃഷ്ണേട്ട വന്നാ മതി. അല്ല, ഒന്നുകൂടി ഫോൺ ചെയ്ത് നോക്കി കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് പോയാ പോരെ ചേച്ചി? ആരും ഒന്നും പറയണമെന്നില്ല. ഞാൻ ഇറങ്ങാം. അഖിലേ, അത് കൃഷ്ണേട്ടാ, ആനന്ദ് വിളിക്കുന്നു, നമ്മുടെ മോൻ. ആനന്ദ്, സുഖാണോ മോനെ? അതെ അമ്മേ, സുഖമായിട്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് ഞാൻ മുംബൈയിലേക്ക് വരാൻ ഇറങ്ങിയതാ. ഉച്ചയ്ക്കാ ഫ്ലൈറ്റ്. അയ്യോ, എന്തിനാ? അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? അമ്മ എന്തിനാ വെറുതെ മുംബൈക്കൊക്കെ വരാൻ പോകുന്നേ? അതെ, ഇന്നലെ രാത്രി മുതൽ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സുബ്രുവിനെ വിളിച്ചപ്പോ അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയും ചെയ്തു. എല്ലാം കൂടി ആയപ്പോ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. അതാ. എന്റെ മോനിവിടെ സുഖാണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു കുഴപ്പമില്ലമ്മേ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ മുതൽ ഫോണുകൾക്ക് ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. ഇൻകമിങ് ഔട്ട് ഗോയിങ് ഒന്നും കിട്ടുന്നില്ല. അതാ. ശരി ശരി. ദേ, ഞാൻ ഫോൺ നിന്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. ഹലോ ആനന്ദ്, how are you there? ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് അച്ഛാ. ഓക്കെ. എനിക്കൊന്നുമില്ല, ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അമ്മയോട് മുംബൈയിലേക്കൊന്നും വരണ്ടെന്ന് പറയണം. അവൾ അങ്ങോട്ട് വരാൻ കയർ പൊട്ടിച്ചോണ്ടിരിക്കുക. ശിവരാമേട്ടാ, ഞാൻ ഒരു വല്ലേ നിന്റെ ഇളമയുടെ കൊടുക്കാം. അവർക്ക് സംസാരിക്കണം. ഇങ്ങട്. ശരിയടാ മോനെ, ഞാൻ ഫോൺ അഖിലേച്ചിക്ക് കൊടുക്കാം. ശരിയല്ലേ അമ്മേ? ആനന്ദ്, ടേക്ക് കെയർ മോനെ. ഞാൻ യാത്ര ക്യാൻസൽ ചെയ്യുന്നു. ഐ വിൽ ക്യാച്ച് യു വെൻ യു ബാക്ക്. ശരി അമ്മേ, താങ്ക്സ്. ഇപ്പൊ സമാധാനമായാലും അങ്ങനെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞു. നീ വാ. ദേവി, വല്ലുവിനൊന്നും വരുത്താതെ കാത്തതിന് നന്ദിയുണ്ട്. ഇപ്പോഴാ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയേ.
ദേവി